നമസ്തേ. ഇന്ന് നമ്മള് ആയില്യം പൂജയെ പറ്റിയാണ് പറയുന്നത്. എല്ലാ മലയാള മാസത്തിലും ആയില്യം നക്ഷത്രത്തിലാണ് ആയില്യം പൂജ ചെയ്യാറ്. തുലാമാസത്തിലെയും കന്നിമാസത്തിലെയും ആയില്യം വളരെ പ്രസിദ്ധമാണ്. നാഗപ്രീതി ലഭിക്കുവാൻ വേണ്ടിയാണ് ആയില്യം പൂജ ചെയ്യുന്നത്. ജാതകത്തിലും പ്രശ്നത്തിലും രാഹു അനിഷ്ടഭാവത്തിൽ വന്നാൽ നമ്മൾ സർപ്പത്തെയോ മറ്റോ കൊല്ലുകയോ കാവുകൾ വെട്ടി നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഒക്കെ സർപ്പദോഷം വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാഗക്ഷേത്രങ്ങളിൽ മറ്റുമായിട്ട് നമ്മൾ സർപ്പബലി, നൂറും പാല്, മഞ്ഞളഭിഷേകം, കരിക്ക്, പാലഭിഷേകം, പായസം എന്നിങ്ങനെയൊക്കെ നാഗദൈവങ്ങൾക്ക് വഴിപാടായി സമർപ്പിക്കുന്നുണ്ട്. ആയില്യം ദിവസം നാഗക്ഷേത്രങ്ങൾ ദർശനം നടത്തി ഈ വഴിപാടുകളൊക്കെ കൊടുക്കുന്നത് വളരെ ഉത്തമമാണ്. അതിന് സാധിക്കാത്തവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ അവിടെയുള്ള നാഗദൈവങ്ങൾക്കും ഈ വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ്. ഇനി ക്ഷേത്രങ്ങളിലും മറ്റും പോകാൻ കഴിയാത്തവർക്കായി വീട്ടിലിരുന്ന് നാഗദേവ പ്രീതിക്കായി ചില മന്ത്രങ്ങൾക്ക് എന്ന് ഞാൻ പറയാം. ആദ്യമായി നാഗരാജാവിന്റെ പ്രീതിക്കായി ഓം നമ കാമരൂപിണെ മഹാബലായ നാഗാധിപതയെ നമ. നാഗയക്ഷിക്കായി ഓം വിനയാതനയെ വിശ്വനാഗേശ്വരി ക്ലീം നാഗയക്ഷി യക്ഷിണി സ്വാഹ നമ. ഈ 2 മന്ത്രങ്ങളും 9 തവണ വീതം ജപിച്ച് പ്രാർത്ഥനാ മന്ത്രമായ അന്യതാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ഭണീശ്വര എന്ന മന്ത്രവും കൂടി ജപിച്ച് പ്രാർത്ഥന അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.